നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബിന്റെ ഉള്ളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകണം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധമായ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഇടയിൽ ആരെ പേര് പറഞ്ഞാലും ആരെ വിളിച്ചാലും നമ്മുടെ നിസ്കാരം ബാത്തിലായി. എന്നാൽ വിളിക്കാതിരുന്നാൽ, ഒരു വ്യക്തിയെ വിളിക്കാതിരുന്നാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി. വിളിക്കാതിരുന്നാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി. അതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം സലാം ചൊല്ലണം. എങ്ങനെയാ സലാം ചെല്ലുന്നത്? എവിടെയോ ഉള്ള മദീനയിൽ കിടക്കുന്ന ഹബീബായ തങ്ങളെ വിളിച്ചിട്ടല്ല നാം സലാം പറയാറുള്ളത്. ഇപ്പോ ഗൾഫിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ഒരാൾ നമ്മോട് ഒരാൾക്ക് സലാം പറയാൻ വേണ്ടി വിളിച്ചു. സാധാരണ എംപികളുണ്ട്, ആരെങ്കിലും ഫോൺ വിളിച്ചാൽ നമ്മുടെ അമ്മച്ചൊക്കെ ഒരു അസ്സലാം വലൈക്കും പറയണം. സലാം പറയണം എന്ന് പറഞ്ഞാൽ ആ സലാം മടക്കുന്ന നിർബന്ധമൊന്നുമില്ല. സലാം പറയാൻ ഇപ്പൊ പറയുന്നവരാണ് എന്റെ ഒരു സലാം പറയണം. സലാം പറയണം എന്ന് പറഞ്ഞാൽ മടക്കേണ്ടതില്ല. പിന്നെ അസ്സലാമു അലൈക്കും പറയണമെന്ന് അങ്ങനെ പറയണം. എന്റെ ഒരു അസ്സലാമു അലൈക്കും പറയണോ, ഇയാൾക്ക് എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയണം എന്ന് ഏൽപ്പിച്ചാല് നമുക്കത് പറയാൻ നിർബന്ധമുള്ളൂ, പറഞ്ഞാൽ മടക്കാൻ നിർബന്ധമുള്ളൂ. പിന്നെ സാധാരണ പറയുന്നവരാണ് എന്റെ ഒരു സലാം പറയണോ, അതില്ല ഇസ്ലാം. എന്റെ ഒരു അസ്സലാമു അലൈക്കും അയാൾക്ക് പറയാൻ വേണ്ടി നിന്നെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് പറയണം. അയാൾ തിരിച്ചിട്ട് എങ്ങനെ മടക്കുക എങ്ങനെയാണ്? അങ്ങനെ ഒരാൾ നമ്മോട് ഏൽപ്പിച്ചാൽ നമ്മൾ സലാം മടക്കേണ്ട എങ്ങനെയാണ്? അങ്ങനെ സലാം നീ എന്നോട് വന്ന് പറഞ്ഞ നിക്ക് അതാണ് സലാം ഉണ്ടാവുള്ളൂ. പിന്നെയോ എവിടെയോ ഉള്ള അയാൾ നമ്മുടെ സദസ്സിലില്ല, നമ്മുടെ മുമ്പിലില്ല. പിന്നെ എവിടെ അലയിക്കാന്ന് പറഞ്ഞ മുന്നിലുള്ള ആൾക്ക് പറയാനാണ്, മുന്നിലുള്ള ആൾക്ക് പറയാനാണ്. എവിടെയുള്ള ആൾക്ക് വാലൈഹി എന്ന് പറയണം. വാലൈഹി നബിമാരുടെ പേര് കേട്ടാൽ നമ്മൾ സലാം പറയാനാണ്. അല്ലെ, മൂസ അലൈഹിസ്സലാം നമ്മുടെ അടുത്തൊന്നുമില്ല, അദ്ദേഹത്തിന്റെ പേര് അള്ളാന്റെ സലാം ഉണ്ടാവുള്ളൂ. ഈസ അലൈഹിസ്സലാം. അല്ലെ, അങ്ങനെയാണ് നമ്മൾ സലാം മടക്കുന്നത്. കാരണം നമ്മുടെ മുന്നിലില്ല. ഗൾഫിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ഒരാൾ നമ്മോട് സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചാൽ നമ്മൾ മടക്കുന്ന അങ്ങനെയാണ്. അസ്സലാമു അലൈക വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ നിസ്കാരത്തിന്റെ ഇടയിൽ മദീനയിൽ കിടക്കുന്ന ഹബീബായ തങ്ങൾക്കാണ് നമ്മൾ സലാം മടക്കുന്നത്. നമ്മൾ സലാം പറയേണ്ടത് എങ്ങനെയാ പറയേണ്ടത്? അല്ലെ, അസ്സലാമു അലൈഹി എന്നല്ല പറയേണ്ടത്, അസ്സലാമു അലൈഹി എന്നാണ് പറയേണ്ടത്. അതല്ല, നമ്മുടെ സദസ്സിലുള്ള ഒരാളാണ്, നമ്മുടെ സദസ്സിലുള്ള ഒരാൾക്കാണ് നാം സലാം മടക്കുന്നതെങ്കിൽ ചിലപ്പോ ഹബീബായ തങ്ങളുടെ പേര് പറഞ്ഞിട്ട് മടക്കേണ്ടി വരും. അല്ലെ, അസ്സലാമു യാ മുഹമ്മദ് എന്ന് പറയേണ്ടി വരും. അസ്സലാമു യാ മുഹമ്മദ്. പക്ഷെ അതൊന്നും അല്ലല്ലോ പറയുന്നത്. നമ്മുടെ ഇസ്ലാമത്തിന്റെ സലാം അങ്ങനെയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഇവിടെ മുന്നിലുള്ള ഒരാൾക്ക്, നമ്മുടെ സദസ്സിലുള്ള ഒരാൾക്ക് സലാം പറയും പോലെയല്ല ഹബീബായ തങ്ങൾക്ക് നാം സലാം പറയാനുള്ളത്. പിന്നെയോ എങ്ങനെയാ? നമ്മുടെ ഉള്ളിലുള്ള ഒരാൾക്ക് സലാം പറയും പോലെയാണ്. നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുള്ള ഒരാൾ, എവിടെയോ ഉള്ള ആളൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ. അതാണ് പരിശുദ്ധമായി നിസ്കാരം നമ്മോട് പഠിപ്പിക്കേണ്ടത്. ഹബീബായ തങ്ങൾ എവിടെയോ ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വമല്ല, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വമാണ്. അത് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞത് വഅലമൂ അന്ന ഫീകും റസൂലുള്ളാഹ്. പരിശുദ്ധമായ ഖുർആൻ അത് സ്വഹാബാക്കൾക്ക് മാത്രം ഇറക്കപ്പെട്ടതല്ല. ഇന്നും അതേ ഖുർആനാണ് ഞങ്ങൾ ഓതുന്നത്. അതേ ഖുർആനിന്റെ മീനിംഗ് ആണ്, അർത്ഥമാണ്, വ്യാഖ്യാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ഓതുന്ന ആളുകൾ അത് ഓതുകയാണ്. അറിയണേ അന്ന ഫീകും, നിങ്ങളിൽ ഉണ്ട് കേട്ടോ, റസൂലുള്ളാഹ്, റസൂൽ ഉണ്ട് എന്നാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റബീഉൽ അവ്വലിൽ മാത്രമല്ല, റബീഉൽ അവ്വലിന്റെ തുടക്കം മുതൽ അവസാനം വരെ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ജീവിതം മുഴുവൻ ഇവിടെ പിറന്നു വന്നാൽ മരണത്തോടു കൂടിയിട്ട് അവസാനിക്കുന്നതല്ല. പിന്നെയുള്ള ഏത് ലോകത്തിൽ പോയാലും നമ്മോടൊപ്പം ഹബീബ് ഉണ്ടായാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹബീബിലെത്തിയാൽ ആദ്യത്തെ ചോദ്യം നിന്റെ റബ്ബ് ആരാണ് എന്നതല്ല, ഹബീബിന്റെ ആദ്യത്തെ ചോദ്യം എന്താ? അതദ്രീമൻ ഹാദാ. ഹബീബായ തങ്ങളുടെ സൂറത്ത് കാണിച്ച്, ഫോട്ടോ കാണിച്ച്, ചിത്രം കാണിച്ചുകൊണ്ട് മലക്കോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഈ മനുഷ്യന് നിനക്ക് പരിചയമുണ്ടോ എന്നതാണ്.
ഇയാളെ നിനക്ക് പരിചയമുണ്ടോ എന്നതാ. ഇത് എന്റെ വകയായിട്ട് പറയുന്നതല്ല, സഹീഹായ ഹദീസുകളാണ്. പിന്നെയാണ് ആ ചോദ്യം കഴിഞ്ഞാലാണ് തുടർന്നുള്ള ചോദ്യങ്ങൾ. പിന്നെയാണ് ആദ്യത്തെ ചോദ്യം, ഈ വ്യക്തിത്വത്തെ നിനക്കറിയോ? ജീവിതം മുഴുവനും ഖൽബിന്റെ ഉള്ളിൽ ആ വ്യക്തിത്വത്തെ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ കബറിലെത്തിയാലും ആ ചോദ്യത്തിന്റെ മുന്നിൽ പതരൂല, ആ ചോദ്യത്തിന് മുന്നിൽ ഇടറൂല. അയാൾ വളരെ വ്യക്തതയോടെ മറുപടി പറയും, ഇയാളെ എനിക്ക് അറിയാലോ, അറിയാം, ഇയാളെനിക്ക് പരിചയമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. ഒരു മുഅ്മിനായ, ഒരു സാലിഹായ, ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ വളരെ സ്പഷ്ടമായി പറയുന്ന മറുപടി അതാണ്. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കും ഹബീബിനെ കൊണ്ടു നടക്കാത്ത മനുഷ്യൻ, ഹബീബിനെ വെറുപ്പിച്ച മനുഷ്യൻ, ഹബീബിന്റെ സ്വലാത്തിനെ വെറുത്ത മനുഷ്യൻ, ഹബീബിന്റെ മൗലിദിനെ വെറുത്ത മനുഷ്യൻ എങ്ങനെ മറുപടി പറയും? പറയാൻ പറ്റുമോ? ആ മനുഷ്യൻ പറയുന്ന മറുപടി എന്താ? പണ്ട് തന്നെ മദ്രസയിൽ നാം പഠിച്ചതാണ് അല്ലെ. അങ്ങനെയുള്ള ആളുകൾ അവിടെ പറയുന്ന മറുപടി അതാണ്, ഇയാളോ എനിക്ക് പരിചയമില്ല. പരിചയമില്ല എന്ന് പറയുന്നതോട് കൂടി അയാളുടെ നാശത്തിന് തുടക്കം തുടങ്ങി. പിന്നെ ഏത് ചോദ്യം അയാളുടെ മുന്നിൽ വെച്ചാലും ആ ചോദ്യത്തിന് മറുപടി പറയാൻ അയാളെ കൊണ്ട് പറ്റൂല, അയാളെ കൊണ്ട് കഴിയൂല. ഇവിടെ എത്ര നല്ല അറബി സാഹിത്യം സംസാരിച്ച മനുഷ്യനാണെങ്കിലും, അറബിയിൽ ഉഷാറായിട്ട് പ്രസംഗിച്ച മനുഷ്യനാണെങ്കിലും ആ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ അയാൾ പതറിപ്പോകുന്ന. അതാണ് പറഞ്ഞത്, ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്കുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ മാറ്റിപ്പോകാത്ത ആയത്താണ് ഈ ആയത്ത്. അതിൽ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും റസൂലുള്ളാഹി ഉണ്ടാകണമെന്നതാണ്. ഖൽബിന്റെ ഉള്ളിൽ ഹബീബുണ്ടോ? പേടിക്കേണ്ടതില്ല. ഇന്ന ബൈതൻ അൻത സാകിനൂഹു യാ റസൂലല്ലാഹ് ലൈസ മുഹ്താജൻ ഇല السرود يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഖൂസ് മൗലീദിന്റെ ഒരു വരിയാണ്. അതിലെന്താ പറയുന്നത്? ഇന്ന ബൈതൻ, ഒരു വീട്. ആ ബൈത്ത് എന്നതിന് സാക്ഷാൽ നമ്മുടെ വീട് എന്നും മഹാന്മാരതിന് പറഞ്ഞത് ആ വീട് കൊണ്ട് ഉദ്ദേശം നമ്മുടെ കൽബെന്നാണ്. നമ്മുടെ കൽബാകുന്ന വീട്. ആ വീടിൽ ഹബീബായ തങ്ങൾ ആ വീട്ടിൽ പാർക്കാരുണ്ടോ? നമ്മുടെ കൽബാകുന്ന വീടിൽ താമസിക്കാൻ ഹബീബായ തങ്ങൾക്ക് നാം ഒരു ഇടം കൊടുക്കുന്നുണ്ടോ? എന്നാൽ പിന്നെ ആ കൽബിന് മറ്റൊരു വിളക്കിന് ആവശ്യമില്ല. പിന്നെ ആ കൽബിന് മറ്റൊരു വിളക്കിന് ആവശ്യമില്ല. എല്ലാ വിജയത്തിന്റെയും കവാടങ്ങൾ നമ്മുടെ മുന്നിൽ പ്രകാശിപ്പിച്ചു തരാൻ ആ വിളക്ക് മതിയാണ്. അത് നമ്മുടെ കൽബിൽ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കാനുള്ള ഒരുക്കമാണ് ഈ മാസത്തിലൂടെ, ഈ കൊല്ലം നല്ല എല്ലാ കൊല്ലം അടിയുള്ളവർ വരുമ്പോ നമ്മുടെ മുഖാദികളായ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നത് അതാണ് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, വയനാട്ടിൽ ദുരന്തം ഉണ്ടായതുകൊണ്ട് മീലാദ് നിങ്ങൾ നിർത്തിവെക്കരുത്. മീലാദ് എന്താ? മീലാദ് നമുക്ക് ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാന്മാർ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്. നാം ചെയ്യേണ്ടത് എന്താ? നാം ചെയ്യേണ്ടത് ഹബീബായ തങ്ങളുടെ മൗലിദ് ഓതി, ഹബീബായ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ്, ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ആ പാവങ്ങൾക്ക് വേണ്ടി ദ്വാരക്കലാണ്. അതാണ് നമ്മുടെ ദൗത്യം. ഉണ്ടാതിരിക്കാനല്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ മുടക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. എന്തെങ്കിലും ആക്കിയിട്ട് മുടക്കണോ, ഇല്ലായ്മ ചെയ്യണോ എന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതല്ല ഈമാനുള്ള മനുഷ്യൻ പിന്നെയും ഹബീബിനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. പഠിച്ചാൽ തീരാത്ത ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മഹാത്മാഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പോലും പറഞ്ഞതാണ്. ആ ഗാന്ധിജി പോലും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഖുർആനിന്റെ വക്താക്കളായ, ഹദീസിന്റെ വക്താക്കളായ നമ്മെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിലേതാ ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത്? അത് ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂലാണ്. കാരണം ഹബീബായ തങ്ങളെ മനസ്സ് പരിപൂർണമായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒരാളെ കൊണ്ട് കഴിയൂല. അത് ഉറപ്പാണ്. നാമൊക്കെയും ചെറിയ രൂപത്തിൽ നമുക്കറിയുന്ന നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ ഹബീബിനെ കുറിച്ച് അറിയുന്നുവെന്നല്ലാതെ പരിപൂർണമായ രൂപത്തിൽ ഇല്ല. അത് പറ്റൂല. അതുകൊണ്ടല്ലേ ബുർമുദ ഇമാം എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോ കണ്ട ഒരു അത്ഭുതം. ഒരു പക്ഷി കടലിൽ പോയിട്ട് അതിന്റെ കൊക്കുകൊണ്ട് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ചാടുമ്പോ ബുർമുദ ഇമാം ചോദിച്ചു, പക്ഷിയോട് ചോദിച്ചു,
അല്ല പക്ഷെ എന്താ നീ ചെയ്യുന്നത്? അപ്പോ പക്ഷി പറഞ്ഞ മറുപടി എന്താ? മുസ്ലിമാവൻ, നിങ്ങൾ ചെയ്യുന്നതിന് അത്ര വലിയ വിഡിത്തം തന്നെ ഞാൻ ചെയ്യുന്നത്. ചിലപ്പോ ഞാൻ പരിശ്രമിച്ചാൽ ഈ എന്റെ കൊക്ക് കൊണ്ട് കടലിന്റെ വെള്ളം എടുത്ത് പുറത്തേക്ക് ഇട്ട് തീർക്കാൻ എന്നെ കൊണ്ട് കഴിയും ചിലപ്പോ. പക്ഷെ നിങ്ങൾ ഇറങ്ങിയ കാര്യം അത് കഴിയാത്തതാണെന്നാണ്. മുസ്ലിമാവൻ ഇറങ്ങിയത് ഹബീബിന്റെ മതിൽ പറഞ്ഞു നിൽക്കാനാണ്. ഹബീബിന്റെ മതിൽ പറഞ്ഞു നിൽക്കാനാണ്. അപ്പൊ ആ ചെറിയ പക്ഷി സംസാരിച്ചിട്ട് പറഞ്ഞെന്താ? എന്നെ കൊണ്ട് ചിലപ്പോൾ കടലിന്റെ വെള്ളം തീർക്കാൻ കഴിയും, പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഹബീബിന്റെ മതിൽ ചൊല്ലി തീർക്കാൻ, ഹബീബിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അത്രയും വിശാലമായ ബഹറാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹബീബിന്റെ ബറക്കത്തുകൊണ്ട്, അവിടുത്തെ മർജിദത്തുകൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാൻ കൊണ്ട് റബ്ബേ നീ പ്രകാശിപ്പിച്ചു തരണേ അല്ലാഹ്. ആ ഖബറിലെത്തിയാൽ ആദ്യത്തെ ചോദ്യം നമ്മുടെ മുന്നിൽ തേടിയെത്തുമ്പോൾ, കടന്നു വരുമ്പോ പടരാതെ ഹബീബിനെ ഈ ദുനിയാവിൽ എത്രത്തോളം നമ്മൾ സ്നേഹിച്ചോ ആ സ്നേഹത്തിന്റെ ഭാഗമായി ആ ചോദ്യത്തിന്റെ മുന്നിൽ നല്ല റാഹത്തോടെ, പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മറുപടി പറഞ്ഞ് പിന്നെയുള്ള ലോകം മുഴുവനും സന്തോഷകരമായി മാറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്ത് കാണിച്ച മഹബത്തിന്റെ മുന്നിൽ, നമ്മുടെ മുഖാമികൾ കാണിച്ച ആ മഹബത്തിന്റെ മുന്നിൽ, അവർ ചെറിയ സ്വലാത്തിന്റെ മുന്നിൽ, ഹബീബായ തങ്ങൾക്ക് അവർ നീട്ടിക്കൊടുത്ത ഹദിയകൾക്ക് മുന്നിൽ നമ്മുടെ ഹദിയകളോ സ്വലാത്തുകളോ ഒന്നുമല്ല പടച്ചവനെ. എവിടെയും അത് എത്തൂല. എന്നാലും പടച്ചവനെ ചൊല്ലിയതും അതുപോലെ നൽകിയതും പ്രവർത്തനങ്ങൾ മുഴുവനും ഹബീബിനെ സ്നേഹിച്ച് ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ പകരം ഹബീബിനോട് കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളായി അതിന് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ മർജിദത്ത് കൊണ്ട് എത്രയോ നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ പലരും രോഗികളാണ് പടച്ചവനെ. ചെറിയ മക്കളടക്കം രോഗം കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നു. പ്രസവിക്കപ്പെട്ട ചോര പൈതൽ അല്ലാഹു ഒരു ഭാഗത്ത് പടച്ചവനെ വലിയ പ്രയാസത്തിൽ കഴിയുന്ന പലരും ഈ നാട്ടിലും വസിയ്യത്ത് ചെയ്തവരിലുമുണ്ട്. പടച്ചവനെ പരിപൂർണ്ണ ശിഫാഅ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം തിരിച്ചു കൊടുക്കണേ അല്ലാഹ്, സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. ആരെയും രോഗം കൊണ്ട് നീ തളർത്തല്ലേ അല്ലാഹ്, രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ പൈതലുകൾ, അവരെ നീ ബേജാറിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് രോഗം വന്നാൽ ഞങ്ങൾ ചിലപ്പോൾ സഹിക്കും. നമ്മുടെ മക്കളുടെ പ്രയാസം കണ്ട് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹ് നമ്മുടെ പൈതലുകളെ നീ കാക്കണേ അല്ലാഹ്, നമ്മുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാഹ്. എത്രയോ ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ നാട്ടിലും വസിയ്യത്ത് ചെയ്തവരുടെ സഹോദരന്മാരുടെ ഭാര്യമാരിലും കൊണ്ട് പടച്ചവനെ. അവർക്കൊക്കെ ഇതിന്റെ സമയമാകുമ്പോൾ റാഹത്തുള്ള പ്രസവം നൽകണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തുന്ന പ്രസവം, അവരുടെ കീഴി വലിക്കുന്ന രൂപത്തിലുള്ള പ്രസവം നീ നൽകല്ലേ അല്ലാഹ്. ആഫിയത്തോടെ സ്വാലിഹീങ്ങളായ മക്കൾക്ക് നീ അവരുടെ ജന്മം കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ ബേജാറായി നിൽക്കുന്ന ആളുകൾ ഹൈറായ മക്കളെ നൽകി അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അതിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അത് മുഴുവനും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ പരിശുദ്ധമായ അവിടെയുള്ളവർ കടന്നു വരികയാണ് പടച്ചവനെ. നമ്മുടെ നാടിന്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ചെറുപ്പക്കാരൊക്കെ ചോദിക്കുമ്പോ കൈ നീട്ടി തരുന്നത് പ്രവാസികളാണെന്നോ. അവരുടെ പ്രയാസങ്ങൾ നീക്കിവെച്ച് ഹബീബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണവർ. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സും ചെയ്യുന്ന ജോലിയിൽ വലിയ ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. നാട്ടുകാരായ ഈ സദസ്സിലുള്ളവരിൽ പലരും, ഈ നാട്ടിലുള്ള പലരും പല രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന, ജോലി ചെയ്യുന്നു. ഓരോരുത്തരുടെ ജോലിയിലും കച്ചവടത്തിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെയും വലിയ സന്തോഷവും അഭിവൃദ്ധിയും ബറക്കത്തും നീ ചൊരിയണേ അല്ലാഹ്. മരിച്ചുപോയ എല്ലാ കുടുംബങ്ങളുടെ ഖബറും സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ ببركة رسول الله صلى الله عليه وسلم، بفضل رسول الله صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد.